തനിക്ക് പതിവായി ഭക്ഷണം നൽകി സ്നേഹിച്ച ഉമ്മയെ മരണശേഷവും വിട്ടുപിരിയാതെ പിന്തുടരുന്ന ഒരു തെരുവ് നായയുടെ കഥ എടവണ്ണ പത്തപ്പിരിയത്തിന് നൊമ്പരമാകുന്നു. പത്തപ്പിരിയം അനകീർത്തിയിലെ പരേതനായ വലിയ പീടിയേക്കൽ അലവിയുടെ ഭാര്യ മണ്ണിൽക്കടവൻ ആമിനയും ഈ തെരുവ് നായയും തമ്മിലുള്ള അപൂർവ സൗഹൃദമാണ് നാട്ടുകാരെ കണ്ണീരണിയിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു 65-കാരിയായ ആമിന അന്തരിച്ചത്. ആമിന പോകുന്നയിടങ്ങളിലെല്ലാം ഈ നായ അവരെ അനുഗമിക്കാറുണ്ടായിരുന്നു. മകളുടെ വീട്ടിൽ നിന്ന് മടങ്ങി വന്ന ആമിന വീട്ടുമുറ്റത്ത് കുഴഞ്ഞു വീണപ്പോൾ വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇത് കണ്ട നായ ഉച്ചത്തിൽ കുരച്ച് വീട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഹൃദയാഘാതം മൂലം അവർ മരണത്തിന് കീഴടങ്ങി. ആമിനയുടെ ഖബറടക്കം കഴിഞ്ഞ് ബന്ധുക്കളും നാട്ടുകാരും മടങ്ങിയിട്ടും നായ മാത്രം അവിടെ നിന്ന് മാറിയില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ആ ഖബറിനരികിൽ നായയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ആമിനയുടെ പേരക്കുട്ടികൾ പള്ളിയിലേക്ക് പോകുമ്പോൾ അവരെ പിന്തുടരുന്ന ഈ നായ പള്ളിപ്പറമ്പിൽ അവർ പ്രാർത്ഥിക്കുമ്പോഴും നിശബ്ദനായി കൂടെയുണ്ടാകും. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സ്നേഹബന്ധത്തിന്റെ ഉദാത്തമായ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഈ സംഭവം. ഈ നായ നമുക്ക് ശ്രദ്ധപ്പെടുന്നത് ഈ താത്ത, അതായത് ഈ ഉമ്മ മരിച്ചത് കഴിഞ്ഞതിന് ശേഷം മക്കളെല്ലാവരും വന്നിട്ട് 5 വക്തിനും മക്കളെല്ലാവരും വന്നിട്ട് ഈ ഖബറിൻ്റെ അടുത്തേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പോകും. അതിൻ്റെ കൂടെ ഈ നായും ഇവരെ ഒപ്പം പോരും. ഈ മക്കളെല്ലാവരും വന്ന് പള്ളിയിലോട്ട് കയറുമ്പോൾ ഈ നായ പോയിക്കൊണ്ട് ഖബറിനൊക്കെ പോയി കിടക്കും. അങ്ങനെ ഈ മക്കൾ നമസ്കാരം കഴിഞ്ഞാണ്ട് ഖബറിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നായ അവിടെ നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോരുമ്പോൾ അതിൻ്റെ കൂടെ ഈ നായും തിരിച്ചു വന്ന് അവരെ വീട്ടിലേക്ക് പോകും. ഈ മരിച്ചത് എങ്ങനെയാണ്? ഈ നായാണോ? ഈ മരിച്ചതെന്ന് പറഞ്ഞാൽ താത്ത അവൻ്റെ മരുമോൻ്റെ അടുത്തേക്ക് പോയിരുന്നു. ഈ താത്താൻ്റെ മരുമോൻ്റെ അടുത്ത് പോയിരുന്നു. അങ്ങനെ താത്ത തിരിച്ചു വന്നപ്പോൾ അവിടെ ആരുമില്ല, വീട്ടിൽ ആരുമില്ല. ഇനി അവിടുത്തെ മരുമോൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിരുന്നു, എന്തൊക്കെയോ ഇതിനു വേണ്ടിയിട്ട് പോയിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് ഈ താത്താന് മരണം പിടികൂടുന്നത്. ആ പിടികൂടുന്ന സമയത്ത് അവിടെ ആരും ഇല്ലാത്തപ്പോൾ ഈ നായയാണ് ഒച്ചും വിളി ഉണ്ടാക്കിയാണ്ട് ജനങ്ങളെ വിളിച്ചു കൂട്ടിയത്. ഈ നായയാണ്. ആ നായൻ്റെ എന്നുമില്ലാത്ത ശബ്ദങ്ങളൊക്കെ കേട്ടിട്ടാണ് ജനങ്ങൾ അവിടെ കൂടി. അങ്ങനെയാണ് ജനങ്ങളിത് അറിയുന്നത്, ഈ താത്ത മരിച്ചു കിടക്കണമെന്ന് അറിയുന്നത്. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരണം സ്ഥിരീകരിച്ചു. ഈ ചാനൽ എടവണ്ണ.